എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരനാരായണൻ. അപ്പോൾ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റായ നമ്മുടെ ബാദുഷ നമുക്ക് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിരുന്നു കാണാം. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്കിതിന് നമുക്ക് ആദ്യം മാവ് കുഴച്ച് റെഡിയാക്കി വയ്ക്കാം. അതിന് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. നല്ല ചലിച്ച് എടുത്ത 1.5 കപ്പ് മൈദ. നമ്മളിനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമുക്ക് തൈര്, നല്ല കട്ടി തൈരായിരിക്കണം, 2 ടേബിൾ സ്പൂൺ കട്ടി തൈര് ഒഴിക്കും. ഇനി നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക, ഷുഗർ. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിമാവിനെ പോലെ കുഴച്ചെടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഉരുട്ടാനും അതിൻ്റെ ഇതെല്ലാം ഭയങ്കര സ്മൂത്തായിട്ടൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ അതുപോലെ ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് അത് ഒരു സുഖം ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴും ഹാർഡായിട്ട് തന്നെ നമുക്കിത് കുഴച്ച് റെഡിയാക്കേണ്ടതുണ്ട്. നമ്മളിത് കറക്റ്റായിട്ട് ആ വെള്ളമൊന്നും ഒഴിക്കുക, കറക്റ്റ് ആ ഒരു ടൈറ്റോടെ കുഴച്ചാൽ മാത്രമേ നമ്മുടെ ബാദുഷയ്ക്ക് ഉള്ളിലിങ്ങനെ ലെയറായിട്ട് വരുള്ളൂ. അങ്ങനെ ലെയറായി വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പഞ്ചസാര പാവ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഈ ഒരു നമ്മളിങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ ഈ ഒരു ലെവലിൽ നമുക്ക് ഇങ്ങനെ ലെയറായിട്ട് കിട്ടണം. മാവെല്ലാം റെഡി ആയിരിക്കണം. നമുക്കതൊരു തുണിയിട്ട് മൂടി വയ്ക്കാം. ഒരു 15 മിനിറ്റ് റെസ്റ്റിനിരിക്കാം. അത് ഒരു 15 മിനിറ്റ് ആവുന്നതിനുള്ളിൽ തന്നെ നമുക്കിനി പഞ്ചസാര പാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് മുങ്ങുന്ന ആ ഒരു ലെവലിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് ഒരു കമ്പിപ്പദം ആ റേഞ്ചിൽ നമുക്കത് വേണം. നമുക്ക് പഞ്ചസാര ഒന്ന് പാവാകുന്ന സമയത്ത് നമുക്കതിലേക്ക് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ കുറച്ച് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം. ഇത് കട്ടയാവാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ മാവ് റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഉരുട്ടിയെടുക്കണം. ഒരുപാട് വലിയ ഉരുളകളൊന്നും ആക്കണ്ട. ഒരു പാകത്തിന് നന്നായി ഉരുളകളാക്കി നന്നായി ഉരുട്ടിയെടുക്കുക. ഇതിൻ്റെ സൈഡൊക്കെ അങ്ങനെ പൊട്ടലും ഇതൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. ഇനി നമുക്കിത് ഉരുട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ വിരൽ വെച്ചിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കുക. ഇതേപോലെ നമ്മൾ എല്ലാം ചെയ്യുക. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ എടുത്ത് വയ്ക്കാം. അതായത് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ബാദുഷ മുങ്ങുന്ന ലെവലിൽ വേണം എണ്ണ. നമ്മൾ ഇനി ഓരോന്നോരോന്നായിട്ട് നമുക്ക് മീഡിയം, അതായത് ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. നന്നായി ഹീറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് പുറമെല്ലാം കരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമുക്കൊരു മീഡിയം ഹീറ്റ് ആവുന്ന സമയത്ത് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇടാം. കുറച്ച് നന്നായിട്ട് ഒന്നും ചെയ്യണ്ട. നമ്മളിപ്പോൾ ഇത് ഏകദേശം ഇതായ ശേഷം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മുകളിലേക്ക് വരും. അത് ആ സമയത്ത് നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. ഒരു വേവ് ആവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അത് മുകളിലേക്ക് പൊന്തി വരുന്നതാണ്. ഇത് ഏകദേശം മുകളിലോട്ട് വരുന്നതാണ്. മുകളിലേക്ക് വന്നതിന് ശേഷം നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു കളറ് ഒക്കെ കറക്റ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആയോ നോക്കിയിട്ട് കോരിയെടുക്കാം. നമുക്ക് ആവട്ടെ. ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കറക്റ്റായി വെന്ത് വരണം.
ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിനെ നേരെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ചൂടോടെ പഞ്ചസാര പാനിയിൽ വേണം ഡിപ്പ് ചെയ്യാൻ. നമ്മുടെ ചൂട് ആറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയാകും. നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് നനയുന്നത് പോലെ നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കുക. ഒരു 4-5 മിനിറ്റ് അത് ഇരിക്കട്ടെ. നമുക്കിനി ബാക്കിയുള്ളതെല്ലാം വറുത്ത് കോരാം. നമ്മുടെ ബാദുഷ എല്ലാം റെഡി ആയിരിക്കണം. കണ്ടോ, അടിപൊളിയായിട്ടില്ല സംഭവം, സെറ്റുണ്ട്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഡിസൈനും മറ്റേ ആ ഒരു എന്താ പറയുക ഇതൊന്നും നമ്മൾ കണക്കാക്കണ്ട. പക്ഷേ എന്തായാലും കിടിലനായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടോ, നമുക്ക് ജസ്റ്റ് ഇതുണ്ടോ അങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് കണ്ടോ അത്രയും സ്മൂത്തായിട്ട് അടിപൊളിയായിട്ടാണ് സംഭവം ഉള്ളത്. സെറ്റ് സംഭവം അടിപൊളിയായിട്ട് നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് നമ്മുടെ സ്പെഷ്യൽ ഡിഷായ ബാദുഷ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ എം ഷിനു സൂര്യനാരായണൻ സൈനിങ് ഓഫ്.